എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജോലി ഒഴിവുകളെ പറ്റിയുള്ളതാണ്. ഏതൊക്കെ ഒഴിവുകളാണുള്ളത് എന്ന് നോക്കാം. 1. ഡെവലപ്പർ, 2. സീനിയർ ഡെവലപ്പർ, 3. സീനിയർ ടെക്നിക്കൽ ഓഫീസർ. ഇങ്ങനെ 3 തസ്തികകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത്. ഇത് കേരള സർക്കാർ ജോലിയാണ്. അതുപോലെ കരാർ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. ടോട്ടൽ 11 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിനകത്ത് തന്നെയാണ് ജോലി ഉണ്ടാവുക. ശമ്പളം വരുന്നത് 46,500 മുതൽ 60,000 രൂപ വരെയാണ്. അതുപോലെ ഇതിന് അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഒഴിവുകളുടെ എണ്ണം വരുന്നത് ഡെവലപ്പർ 4 ഒഴിവ്, സീനിയർ ഡെവലപ്പർ 4 ഒഴിവ്, സീനിയർ ടെക്നിക്കൽ ഓഫീസർ 3 ഒഴിവ് എന്നീ രീതികളിലാണ്. ശമ്പള സ്കെയിൽ വരുന്നത് ഡെവലപ്പർ 50,000 രൂപ, സീനിയർ ഡെവലപ്പർ 60,000 രൂപ, സീനിയർ ടെക്നിക്കൽ ഓഫീസർ 46,500 രൂപ എന്നീ രീതിയിലാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വരുന്നത് ഉദ്യോഗാർത്ഥികൾ 2/1/1983 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. ഇതിൽ യോഗ്യത വരുന്നത് ഡെവലപ്പർക്ക് BE, BTech, MCA, MSc, ME, MTech, CS, IT, ഇലക്ട്രോണിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എക്സ്പീരിയൻസ് വരുന്നത് അധ്യാപന പരിചയവും അപ്രൻറ്റീസ്ഷിപ്പ് അനുഭവങ്ങളും ഒഴിച്ചിട്ട് ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കോഡിങ് അല്ലെങ്കിൽ കോടതികൾ, PSU മറ്റ് സർക്കാർ വകുപ്പിൽ നിന്ന് കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റിനകത്ത് PHP അല്ലെങ്കിൽ നെക്സ്റ്റ് GIS, PostgreSQL SQL എന്നിവയിൽ പരിചയം എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കോഡിങ്ങിൽ കുറഞ്ഞത് 1 വർഷത്തെ കോടതി പരിചയവും അഭികാമ്യമാണ്. രണ്ടാമതായി വരുന്നത് സീനിയർ ഡെവലപ്പറാണ്. അതിന് വേണ്ടത് BE, BTech, IT, CS ഇലക്ട്രോണിക്സ്, MCA, MSc, അതുപോലെ ME, MTech. പരിചയം വരുന്നത് അധ്യാപന പരിചയവും അപ്രൻറ്റീസ് അനുഭവങ്ങളും ഒഴികെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കോഡിങ്ങിൽ കോടതികൾ, PSU മറ്റ് സർക്കാർ വകുപ്പുകളിൽ കുറഞ്ഞത് 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത വരുന്നത് സീനിയർ ടെക്നിക്കൽ ഓഫീസറാണ്. ഇതിന് പരിചയം വരുന്നത് സെർവർ അഡ്മിനിസ്ട്രേഷൻ, ലിനക്സ് അല്ലെങ്കിൽ യുനിക്സ് സെർവറുകളുടെ പ്രവർത്തന പരിജ്ഞാനം, ഗ്രൂപ്പ് പോളിസികൾ, ആധികാരികത ഉറപ്പാക്കൽ, ഡാറ്റ ബാക്കപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം 2 വർഷത്തെ അറിവുണ്ടായിരിക്കണം. കൂടാതെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, ഒരു എൻ്റർപ്രൈസസ് നെറ്റ്വർക്ക് ആസൂത്രണം ചെയ്യുന്നതിലെ പ്രവർത്തന പരിജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ്. റൂട്ടിംഗ്, നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം, L2, L3 സ്വിച്ചുകളുടെ കോൺഫിഗറേഷൻ, വയർലെസ് ആക്സസ് പോയിൻറ്റുകളുടെ കോൺഫിഗറേഷൻ, ഫയർവാളുകളുടെ കുറിച്ചുള്ള അറിവ്, നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് കഴിവുകൾ, ഘടനാപരമായ വയറിംഗ് കഴിവുകൾ. അതുകൂടാതെ ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിംഗ്, ഡെസ്ക്ടോപ്പുകൾ, ലാപ്ടോപ്പുകൾ, പ്രിൻ്ററുകൾ, സ്കാനറുകൾ മുതലായവ ഉൾപ്പെടെയുള്ള കുറഞ്ഞത് 500 എൻഡ് പോയിൻറ്റുകൾ ഉപകരണങ്ങളുടെ ഒരു എൻ്റർപ്രൈസ് നെറ്റ്വർക്കിലെ ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിങ്ങിലെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. OS ഉൾപ്പെടെയുള്ള ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രവർത്തന പരിജ്ഞാനവും ഇൻസ്റ്റാളേഷൻ, കോൺഫിഗറേഷൻ, ട്രബിൾ ഷൂട്ടിംഗ്, എൻഡ് പോയിൻ്റ് ഉപകരണങ്ങളിലെ IP കോൺഫിഗറേഷനെ കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. വീഡിയോ കോൺഫറൻസ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അറിവ് കൂടി ഇതിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ അപേക്ഷയ്ക്കും ഇതിൽ 500 രൂപ വീതം ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കുന്നത് ഓൺലൈൻ വഴി തന്നെ ഫീസ് അടയ്ക്കാവുന്നതാണ്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ വരുന്ന ഈ ചെല്ലാൻ ഉപയോഗിച്ചിട്ടും പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. ഇതിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി വരുന്നത് 8/8/2024 അതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ളവർ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ കൊടുക്കേണ്ടതാണ്. എല്ലാത്തിൻ്റെയും അവസാന ദിവസം ആകുമ്പോഴത്തേക്ക് സൈറ്റിന് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപേക്ഷ കൊടുക്കുവാൻ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുകയുള്ളൂ.